കർണാടകയിലെ NDA സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും ചിത്രം ഉപയോഗിച്ചതിൽ വിവാദം. പോസ്റ്റർ വ്യാജമെന്ന് JDS സംസ്ഥാന ഘടകം. JDS ദേശീയ നേതൃത്വവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. കർണാടകത്തിൽ BJPയുമായി ബന്ധം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഐക്യകണ്ഠേന തീരുമാനത്തോ കർണാടക പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാത്ത തീരുമാനമെടുത്തു. പിന്നെ അതിനിയൊരു പ്രത്യേക ചർച്ചയാവുന്ന ആവശ്യമില്ല. ഞങ്ങളുടെ ഫോട്ടോ വെച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഗാന്ധിജിൻ്റെ ഫോട്ടോ എല്ലാവരും വെക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ ഒരാൾ ഫോട്ടോ വെച്ചതിന് അതിനു വേണ്ടി ഇനിയിപ്പോൾ കേസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പോണ്ടേ? അതൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളത് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾക്ക് BJPയുടെ നയവുമായിട്ട് ഒരിക്കലും യോജിക്കുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട്. അതോടൊപ്പം മനേഷ് മൂർത്തിയുണ്ട്, S ശ്യാംകുമാർ കൂടിയുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ മാത്യു ടി തോമസിന്റെ കൂടി പ്രതികരണം വരുന്നുണ്ട്. നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പോസ്റ്ററുമായി ബന്ധപ്പെട്ട് അതിലേക്ക് കൂടി ഒരു BJP സ്ഥാനാർത്ഥിക്കും ഞങ്ങളുടെ ചിത്രങ്ങൾ ചേർത്ത് പോസ്റ്റ് അടിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടില്ല. ഞങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചാൽ വോട്ട് കിട്ടും എന്ന ഒരു ധാരണ കർണാടകത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് ഉണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റർ കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ഒരു കാര്യം ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് എല്ലാ ജനതാദള പ്രവർത്തകരും. പോസ്റ്ററുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് JDS സംസ്ഥാന ഘടകം ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നത്. അതിൽ പരാതി പോകുന്നു. S ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, ഈ പരാതി ഇതിനോടകം കൈമാറിക്കഴിഞ്ഞോ? അല്പസമയത്തിനകം ഈ പരാതി DGPക്ക് നേരിട്ട് കൈമാറുമെന്നുള്ളതാണ് ജനതാദൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത് മലയാളിയാണ് എന്നുള്ള ഒരു വിവരം JDS തന്നെ ലഭിച്ചിട്ടുണ്ട്. അത് തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാൾ വ്യാജമായി അയാളുടെ പ്രൊഫൈലിൽ പാലക്കാട് JDSന്റെ ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്ററുകൾ ഉപയോഗിച്ച നേതാക്കളുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയതെന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ വ്യാജ പോസ്റ്റർ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പരാതി JDS ഇപ്പോൾ DGPക്ക് നേരിട്ട് നൽകാൻ തയ്യാറെടുക്കുന്നത്. ഏതായാലും ആളെ ഉൾപ്പെടെ കണ്ടെത്തിയ ശേഷമാണ് JDS പരാതി DGPക്ക് തന്നെ നൽകുന്നത്. തങ്ങളെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കരുതിക്കൂട്ടിയുള്ള ശ്രമമായിട്ടാണ് ഇതിനെ അവർ കരുതുന്നത്. ഇത് പല പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ശേഷമാണ് അറിഞ്ഞത്. ജില്ലാ നേതൃത്വം ഔദ്യോഗികമായി പുറത്തിറക്കിയ പോസ്റ്ററിലെ നേതാക്കളുടെ ഫോട്ടോകൾ ഉപയോഗിക്കുകയും മലയാളിയായ ഒരാൾ തന്നെ ഇത് തയ്യാറാക്കുകയും ചെയ്തതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്നും JDS നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് DGPക്ക് തന്നെ പരാതി നൽകാൻ തയ്യാറെടുക്കുന്നത്. അല്പസമയത്തിനകം ഈ പരാതി നൽകും. തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രൊഫൈലിലാണ് ഈ വ്യക്തി ഈ വ്യാജ പോസ്റ്റർ തയ്യാറാക്കിയത്. അതിന്റെ തെളിവുകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ JDS നേതൃത്വം DGPയെ സമീപിക്കുന്നത്. S ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, മാത്യു ടി തോമസ് വ്യക്തമാക്കിയ നിയമ നടപടി എന്നതാണ്. ഇപ്പോൾ പരാതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് JDS സംസ്ഥാന ഘടകം പറയുന്ന നിലപാട്? JDS സംസ്ഥാന ഘടകം തുടക്കം മുതലേ പറഞ്ഞിരുന്നത്, അതായത് ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള ദേശീയ തലത്തിൽ JDS ഒരു നിലപാട് സ്വീകരിച്ചു. അത് NDAക്കൊപ്പം BJPക്കൊപ്പം പോകാനാണ്. പക്ഷേ കേരളത്തിൽ തങ്ങൾ ആ ഒരു നിലപാട് സ്വീകരിക്കില്ല. കേരളത്തിൽ തങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. തങ്ങൾ ഒരിക്കലും BJPയോട് ചേരാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾക്ക് അത്തരത്തിലുള്ള നിലപാടുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ ഒരു പേര് JDS, ജനതാദൾ സെക്കുലർ എന്ന ആ ഒരു പേര്, അത് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാണ്. ആ ചിഹ്നം ദേശീയ നേതൃത്വത്തിൻ്റെതാണ്. ഈ ദേശീയ നേതൃത്വത്തിന്റെ ആ ചിഹ്നമൊക്കെ ഉപയോഗിച്ച് ജയിച്ചവരാണ് കേരളത്തിലെ MLA മാർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉയർന്ന ചോദ്യം, നിങ്ങൾ അവരോടൊപ്പം തന്നെയല്ലേ, നിങ്ങളുടെ ദേശീയ നേതൃത്വം എന്നൊരു ചോദ്യമുണ്ട്. ഇത് മുന്നണിയിലടക്കം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഇത്തരം ഒരു വിവാദ പോസ്റ്റർ കൂടി വന്നിരിക്കുന്നത്. അതെന്തായാലും JDS സംസ്ഥാന ഘടകത്തെ വെട്ടിലാക്കിയിട്ടുണ്ട്. അവർ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന സംഘമാണ്, അല്ലെങ്കിൽ സംസ്ഥാന ഘടകം അത്തരത്തിൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുൻ മന്ത്രി, മുതിർന്ന നേതാവ് ശ്രീ CK നാണു നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ CK നാണു, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ, ഇത്തരത്തിലൊരു പോസ്റ്റർ പ്രചരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ പോസ്റ്റർ പ്രചരിക്കുന്നത് നമ്മുടെ മിനിസ്റ്റേഴ്സ് അല്ല MLA-മാർ ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്നാമത്തെ കാരണം, കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചയിലും ഞങ്ങൾ ഇവരുമായി ബന്ധപ്പെടുന്നില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് ഒരു ഫോട്ടോ എടുപ്പിക്കാനുള്ള ഒരു താല്പര്യത്തോടു കൂടി ഇവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. അത് പഴയ കാലത്ത് നമ്മളെല്ലാം
കർണാടകത്തിലെ പാർട്ടിയായിട്ട് പണ്ടേ ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അദ്ദേഹം വരിക, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP ആയിട്ടുള്ള ആ ബന്ധത്തിന് ശേഷം നമ്മൾ അത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ആ ഒഴിവാക്കിയതിൽ ഇവരും അതിന്റെ ഭാഗമാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇന്നത്തെ 2 MLA-മാരും ആ രൂപത്തിൽ പറഞ്ഞിരുന്നു ഞങ്ങളോട്. പക്ഷെ ഇന്ന് ഫോട്ടോ കണ്ടത് ഈ അടുത്ത ദിവസങ്ങളായതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കില്ല ഇവര് സമൂഹത്തോടു കൂടിയാണോ അല്ലയോ, അത് പറയാനാവില്ല. പക്ഷെ സാധാരണ നിലക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഉണ്ടായ ഒരു കൂടുതൽ നമ്മൾ തമ്മിലുള്ള ഒരു ചർച്ചയുടെ ഫലമായിട്ട് ആ ചർച്ചയുടെ ഫലത്തിൽ എനിക്ക് തോന്നുന്നു അവര് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. അതല്ല, അവരറിഞ്ഞുകൊണ്ടാണോ ഇല്ലയോ അതിനെ സംബന്ധിച്ച് പറയേണ്ടത് അവരാണ്, ഞാനില്ല. ശ്രീ CK നാണു, ഇപ്പോൾ ശ്രീ മാത്യു ടി തോമസും ഒപ്പം ശ്രീ K കൃഷ്ണൻകുട്ടിയും നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ അറിവോടെ എല്ലാവർക്കും ഒരു ബന്ധവുമില്ല. ഇപ്പോൾ ഇതിൽ വ്യാജമാണ് എന്നുള്ള തരത്തിലൊരു പരാതി കൂടി ഇപ്പോൾ പോകുന്നുണ്ട് DGP-ക്ക്. ശ്രീ CK നാണു, അവർ പറഞ്ഞതായിരിക്കും ശരി, യാതൊരു സംശയവുമില്ല, അവർ പറഞ്ഞതായിരിക്കും ശരി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരം ഒരു പോസ്റ്റർ ഇറക്കുക അതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം കോൺഗ്രസ് ഇതിനോടകം തന്നെ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. അതാണ് ഞാൻ പറയുന്നത്, നമ്മള് എല്ലാ പ്രശ്നങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് LDF-ന്റെ ഭാഗമായി ഇവർ രണ്ടുപേരും നമ്മളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണ്. അപ്പൊ ആ അവസരത്തിൽ ഇങ്ങനെ ഒരു സമീപനം, ഒരു സാധ്യത ഇല്ല. അപ്പൊ അവര് പറഞ്ഞതായിരുന്നു വളരെ ശരി. പിന്നെ അതിന് വേറെ സംശയവും അതിന്റെ ഒന്നുമില്ല. അവർ രണ്ടുപേരും പറഞ്ഞതല്ലേ. ശരി. നന്ദി ശ്രീ CK നാണു പ്രതികരണം അറിയിച്ചതിന്. അദ്ദേഹം ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ്. മനേഷ് മൂർത്തി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. മനേഷ്, കർണാടകയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റർ. അപ്പോൾ അവിടുത്തെ നേതാക്കൾ അത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഇപ്പോൾ മാത്യു ടി തോമസ് നിലപാട് പറയുന്നു, K കൃഷ്ണൻകുട്ടിയൊക്കെ നിലപാട് പറയുന്നുണ്ട്. ഇത് ആ നിലയ്ക്ക് അവിടെ പ്രചരിക്കുന്ന ഒരു പോസ്റ്ററാണോ, അതോ അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം ഒരു വ്യാജ പ്രചാരണം എന്നുള്ള നിലയ്ക്ക് വന്നതാണോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങളൊക്കെ മനേഷ്? ഉന്മേഷ, ബംഗളൂരുവിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ CL മഞ്ജുനാഥിന്റെ പ്രചാരണാർത്ഥമാണ് അത്തരത്തിലൊരു പോസ്റ്റർ ഇപ്പോൾ പ്രചരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ ബാംഗ്ലൂർ BJP ആണെങ്കിലും സംസ്ഥാന BJP ആണെങ്കിലും അതുപോലെ തന്നെ JDS-ന്റെ നേതൃത്വമാണെങ്കിലും എല്ലാവരും പറയുന്നത് അത്തരത്തിലൊരു പോസ്റ്റർ തങ്ങൾ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടില്ല എന്ന് തന്നെയാണ്. അത് ആ ഒരു കാര്യത്തിൽ ഒരു ഉറച്ചു നിൽക്കുന്നുമുണ്ട്. കാരണം അത്തരത്തിലൊരു പോസ്റ്ററിന്റെ ആവശ്യമില്ല. പരമാവധി HD ദേവഗൌഡ അല്ലെങ്കിൽ HD കുമാരസ്വാമി ഇവരുടെ പോസ്റ്ററുകൾ വെച്ചാണ് ഈ പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതായത് കുമാരസ്വാമിയുടെയും അതുപോലെ തന്നെ HD ദേവഗൌഡയും ഒക്കെ പോസ്റ്ററുകൾ അവിടെ പ്രചരിക്കുന്നുണ്ട്. അതെല്ലാ BJP കാൻഡിഡേറ്റുകളുടെയും സോഷ്യൽ മീഡിയകളിലൊക്കെ സജീവമായി തന്നെ ഉണ്ട് താനും. പക്ഷേ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റർ, അതായത് ഈ പറഞ്ഞ കേരളത്തിലെ നേതാക്കളെ ഉൾപ്പെടുത്തിയുള്ള പോസ്റ്റർ അവരാരും തന്നെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് BJP ആണെങ്കിലും JDS ആണെങ്കിലും പറയുന്നത്. എന്തായാലും കർണാടകത്തിൽ അത്തരത്തിലുള്ള പോസ്റ്ററുകൾ വ്യാപകമായി പ്രചരിക്കുന്നത്. പക്ഷേ ശരി മനേഷ്, ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ കാര്യങ്ങൾ വ്യക്തമാണ്. അവിടെ പ്രചാരണ രംഗത്ത് അത്തരം ഒരു പോസ്റ്റർ ഇല്ല എന്ന് അവിടുത്തെ നേതൃത്വം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. മനേഷ് മൂർത്തിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ JDS നേതൃത്വം.